ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് നമ്മുടെ അക്കൗണ്ടിങ് അസംഷൻസിലെ ഒരു അസംഷൻ ആണ് എന്ത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദ ബിസിനസ് ആൻഡ് ദ ഓണർ ആർ സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. അതായത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിന് ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്, ആരിൽ നിന്നും ഓണേഴ്സിൽ നിന്നും ബിസിനസ്സിന് ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ടെന്നാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നത്. അതായത് ബിസിനസിന്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ഓണറുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും സെപ്പറേറ്റ് ആയിരിക്കും. ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും. ഈ കോൺസെപ്റ്റ് പ്രകാരം, അതായത് ഓർഗനൈസേഷനും ഓണറും സെപ്പറേറ്റ് ആണെന്നുള്ള ഈ കോൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ ക്യാപിറ്റലിനെ ഒരു ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഓർഗനൈസേഷൻ തുടങ്ങി, നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലോൺ എടുത്തു. ലോൺ എടുത്ത് 1 ഇയറിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ബിസിനസ് ഒരു ഹ്യൂജ് ലോസിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഈ ലോൺ റീപേ ചെയ്യണം, കാരണം നമ്മുടെ ലയബിലിറ്റി ആണ് ഈ ലോൺ റീപേയ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഹ്യൂജ് ലോസ് വന്ന് കമ്പനി നഷ്ടത്തിലേക്ക് പോയാലും ആ ലോൺ റീപേ ചെയ്യണം എന്നുള്ള ലയബിലിറ്റി ഓർഗനൈസേഷന്റെ മാത്രമായിരിക്കും. അതൊരിക്കലും ഓണറുടെ പേഴ്സണൽ ലയബിലിറ്റി ആയിട്ട് മാറുന്നില്ല. ഇനി ഇൻ കേസ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഓർഗനൈസേഷനും ഓണറും സെയിം ആയിരിക്കും. സോ നമുക്ക് ഓർഗനൈസേഷൻ വന്നിട്ടുള്ള ഈ ലയബിലിറ്റിക്ക് ആര് കൂടി റെസ്പോൺസിബിൾ ആണ്? ഓണർ കൂടെ റെസ്പോൺസിബിൾ ആണ്. സോ ഇത് ഒരു തരത്തിൽ നമ്മുടെ ഓണേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൂടി ചെയ്യുന്നുണ്ട്, കാരണം ഓണേഴ്സിന്റെ ലയബിലിറ്റിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.